PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ആഗസ്റ്റ് മാസം 2-ാം തീയതി നടത്തിയ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 6 ചോദ്യങ്ങൾ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ സമ്മേളനം. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി, ഇറയിലി. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന പ്രദേശം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശമാണ് മലബാർ. ഉത്തരം ഓപ്ഷൻ ഡി, മലബാർ. നാലാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അഞ്ചാമത്തെ ചോദ്യം, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ, ആര്യസമാജം. ആറാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരി. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, 1 ശരി. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 3 മാത്രം ശരി. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളാണ് നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശമാണ് 97°25' കിഴക്ക്. ഉത്തരം ഓപ്ഷൻ എ, 97°25' കിഴക്ക്. പത്താമത്തെ ചോദ്യം, പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദിയാണ് സിന്ധു നദി. 11ാമത്തെ ചോദ്യം, പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്കൊഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്കൊഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാമാണ് ബഗ്ലിഹാർ ഡാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, 4. 12ാമത്തെ ചോദ്യം, കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ്? കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതിയാണ് ജീവനം പദ്ധതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ജീവനം. 13ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 14ാമത്തെ ചോദ്യം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. 15ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ സി, സർക്കാർ ജീവനക്കാർ. ദിവസവേതനക്കാർ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ ഇവരെല്ലാം സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ്. 16ാമത്തെ ചോദ്യം,
വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ. ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ. 17ാമത്തെ ചോദ്യം. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ രണ്ടു രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസ്. 18ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഡോക്ടർ അരവിന്ദ് പനഗരിയ. 19ാമത്തെ ചോദ്യം. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ആരാണ്? ഇതാരുടെ വരികളാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഗുരജട അപ്പറാവു. ഗുരജട അപ്പറാവുവിൻ്റെ വരികളാണിത്. 20ാമത്തെ ചോദ്യം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ വകുപ്പ് 19 ഉൾപ്പെടുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്? സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക, ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക, ഇവയെല്ലാം വകുപ്പ് 19 ഉൾപ്പെടുന്നതാണ്. 22ാമത്തെ ചോദ്യം. സോഷ്യലിസം, മതേതരത്വം എന്നീ രണ്ടു പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം, മതേതരത്വം എന്നീ രണ്ട് പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഉത്തരം ഓപ്ഷൻ എ, ആമുഖം. ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തത്. 23ാമത്തെ ചോദ്യം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ച് ഈ പ്രസ്താവന ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. APJ അബ്ദുൽ കലാം. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് സെൻസസ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ജയിലുകൾ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. കൺകറന്റ് ലിസ്റ്റിൽ വനം ഉൾപ്പെടുന്നു. വനം ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. സൈബർ നിയമങ്ങൾ ഉൾപ്പെടുന്നത് അവശിഷ്ടാധികാരത്തിലാണ്. അവശിഷ്ടാധികാരം. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ. 25ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? 1. 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 2. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. ഇത് തെറ്റാണ്. 3. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. ഇതും തെറ്റാണ്. 4. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ആണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. നമ്മളോട് തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി, 2ഉം 3ഉം തെറ്റാണ്. 26ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്.
27ാമത്തെ ചോദ്യം. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി. അന്ത്യോദയ അന്ന യോജന പദ്ധതി. 28ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946 കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946 ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യരാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. 1946 വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. 1946 വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 29ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. 2. രാജ്യസഭ പാർലമെന്റിലെ അധോമണ്ഡലമാണ്. ഇത് തെറ്റാണ്. രാജ്യസഭ പാർലമെന്റിന്റെ ഉപരിസഭയാണ്. ഉപരിമണ്ഡലം. 3. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 ഇതും തെറ്റായ പ്രസ്താവനയാണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. 30 വയസ്സ്. 4. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്. ഇത് തെറ്റാണ്. അപ്പോൾ നമ്മളോട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. 30ാമത്തെ ചോദ്യം. MGNREGA പൂർണ്ണരൂപം ഏതാണ്? MGNREGA പൂർണ്ണരൂപമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ഉത്തരം ഓപ്ഷൻ എ. 31ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. 1. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുമ്പ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. 2018 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 3. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. 4. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. നമ്മളോട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 2. 32ാമത്തെ ചോദ്യം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഉത്തരം വരുന്നത് കേരളം. 33ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 34ാമത്തെ ചോദ്യം. CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ ഏതെല്ലാമാണ്? CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങളാണ് ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, ഘോര ചികിത്സ. ഇവയെല്ലാം CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാനപ്പെട്ട പ്രയോജനങ്ങളാണ്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 35ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുത്തെഴുതുക.
ഉത്തരം പോളിയോ. 36-ാമത്തെ ചോദ്യം. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തുവാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. 37-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 38-ാമത്തെ ചോദ്യം. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ആണ് ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്കെത്തിക്കുക. ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്കെത്തിക്കുക എന്നതാണ് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. 39-ാമത്തെ ചോദ്യം. തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്തെഴുതുക. 1. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. ഇത് തെറ്റാണ്. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ്. 3. നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ കാക്കുന്നത് സെറിബ്രമല്ല, സെറിബെല്ലമാണ്. 4. ചിന്ത, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 1ഉം 4ഉം മാത്രം. ഓപ്ഷൻ എ 1ഉം 4ഉം. 40-ാമത്തെ ചോദ്യം. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി അനിയന്ത്രിതമായ ഭക്ഷണശീലം. അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. 41-ാമത്തെ ചോദ്യം. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം 5.6-ൽ താഴെയാണ്. 5.6-ൽ താഴെ. 42-ാമത്തെ ചോദ്യം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ 3-ാം ചലന നിയമമാണ്. 3-ാം ചലന നിയമം. 43-ാമത്തെ ചോദ്യം. വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗമാണ് ഗാമാ കിരണം. ഉത്തരം ഓപ്ഷൻ എ ഗാമാ കിരണം. 44-ാമത്തെ ചോദ്യം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം എത്രയാണ്? ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യമാണ് 0 മീറ്റർ/സ്ക്വയർ. 0 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. 0 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. 45-ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യമാണ് ചൈന. 46-ാമത്തെ ചോദ്യം. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. 47-ാമത്തെ ചോദ്യം. 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 3 മോൾ. 48-ാമത്തെ ചോദ്യം. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്താണ്? ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരാണ് അതിപൂരിത ലായനി. 49-ാമത്തെ ചോദ്യം. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോയാണ്. അൽനിക്കോ എന്ന ലോഹസങ്കരമാണ്. 50-ാമത്തെ ചോദ്യം.
ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അസറ്റ്ലീൻ. 51-ാമത്തെ ചോദ്യം. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏതാണ്? പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണമാണ് ആൽഫ-ഫോൾഡ്. ഉത്തരം ഓപ്ഷൻ സി ആൽഫ-ഫോൾഡ്. 52-ാമത്തെ ചോദ്യം. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്രകലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്രകലാരൂപങ്ങളാണ് പണിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപുലയ ആട്ടം. മിഥുവ നൃത്തം ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഏതൊക്കെയാണ്? പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപുലയാട്ടം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4, 6. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 53-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാമാണ്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. ഇവർക്കൊക്കെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4. 54-ാമത്തെ ചോദ്യം. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ്? 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് ചെനാബ് റെയിൽവേ പാലം. 55-ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. നിരീശ്വരൻ ആരുടെ കൃതിയാണ്? നിരീശ്വരൻ VJ ജെയിംസിൻ്റെ കൃതിയാണ്. VJ ജെയിംസ്. മീശ S ഹരീഷിൻ്റെ കൃതിയാണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ ആരുടെ കൃതിയാണ്? NS മാധവൻ്റെ കൃതിയാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. സമ്പർക്ക ക്രാന്തി വി ശിനിലാലിൻ്റെതാണ്. സമ്പർക്ക ക്രാന്തി രചിച്ചത് വി ശിനിലാലാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1 ഡി 2 സി 3 ഇ 4 എ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 56-ാമത്തെ ചോദ്യം. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി. 57-ാമത്തെ ചോദ്യം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1. വൈശാഖ മഹോത്സവം, കൊട്ടിയൂർ ക്ഷേത്രം. വൈശാഖ മഹോത്സവം നടക്കുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ഇത് ശരിയായ ജോഡിയാണ്. 2. വൃശ്ചികോത്സവം, തളി ക്ഷേത്രം, കോഴിക്കോട്. ഇത് തെറ്റായ ജോഡിയാണ്. പുത്തിരി തിരുവപ്പന, ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, പറശ്ശിനിക്കടവ്. ഇതും ശരിയായ ജോഡിയാണ്. 4. പൈങ്കിനി ഉത്സവം, കൽപ്പാത്തി, പാലക്കാട്. ഇത് തെറ്റായ ജോഡിയാണ്. അപ്പോൾ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം. 59-ാമത്തെ ചോദ്യം. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. 60-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്?
ഉത്തരം ഓപ്ഷൻ ഡി ലിബർ ഓഫീസ് ഇംപ്രസ്. അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏതൊക്കെയാണ്? MySQL, മൈക്രോസോഫ്റ്റ് ആക്സസ്, ഒറാക്കിൾ. 61-ാമത്തെ ചോദ്യം. ഡാഷ് ഒരു സ്വതന്ത്ര വിവര വിനിമയ നവ സാമൂഹിക മാധ്യമം ആണ്? ഉത്തരം ഓപ്ഷൻ എ ഡയാസ്പൊറ. ഡയാസ്പൊറ ഒരു സ്വതന്ത്ര വിവര വിനിമയ നവ സാമൂഹിക മാധ്യമമാണ്. 62-ാമത്തെ ചോദ്യം. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഡീപ് സീക്ക്. ഡീപ് സീക്ക് ആണ്. ഉത്തരം ഓപ്ഷൻ ബി ഡീപ് സീക്ക്. 63-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് അമരാവതിയിലാണ്. ഉത്തരം ഓപ്ഷൻ സി അമരാവതി. 64-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 1 മാത്രം. അതായത് സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ. 65-ാമത്തെ ചോദ്യം. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 66-ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത്? വകുപ്പ് 338 പ്രകാരമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 4. 67-ാമത്തെ ചോദ്യം. ഗാർഹിക പീഡന നിയമത്തിലെ 12-ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ഗാർഹിക പീഡന നിയമത്തിലെ 12-ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം. ഏതൊരാൾക്കും? പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം. അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി 4 മാത്രം. ഇവർക്ക് എല്ലാവർക്കും അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം ഏതാണ്? 18 വയസ്സിന് താഴെ. അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി 2 മാത്രം. 69-ാമത്തെ ചോദ്യം. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 2 മാത്രം. അതായത് 283 റിപ്പോർട്ട്. 70-ാമത്തെ ചോദ്യം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ S2D രക്ഷിതാവ് ആരാണ്? 1. ജന്മം നൽകിയ രക്ഷിതാവും ദത്ത് എടുക്കുന്നവരും. 2. രണ്ടാനച്ഛനും രണ്ടാനമ്മയും. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 3 മാത്രം. അതായത് 1ഉം 2ഉം മാത്രം. 1ഉം 2ഉം ഉൾപ്പെടുന്നു. 71-ാമത്തെ ചോദ്യം. ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 മീറ്റർ 75 സെൻറ്റിമീറ്ററും 8 മീറ്റർ 25 സെൻറ്റിമീറ്ററും ആണ്. തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ടൈലിൻ്റെ സാധ്യമായ ഏറ്റവും വലിപ്പം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 25 സെൻറ്റിമീറ്റർ ഇൻറ്റു 25 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. 72-ാമത്തെ ചോദ്യം. 9808 ഇൻറ്റു 625 സമം 61.3 ഇൻറ്റു 10⁵5. ഉത്തരം ഓപ്ഷൻ സി. ഓപ്ഷൻ സി. 73-ാമത്തെ ചോദ്യം. A, B എന്നീ പൈപ്പുകൾ യഥാക്രമം 12 മണിക്കൂറും 15 മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും? ഉത്തരം ഓപ്ഷൻ എ 6 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഉത്തരം ഓപ്ഷൻ എ 6 മണിക്കൂർ 40 മിനിറ്റ്. 74-ാമത്തെ ചോദ്യം. x/y⁻12 ഇൻറ്റു y⁻24 ഇൻറ്റു z⁻3 all⁻4 ഈസ് ഈക്വൽ ടു
XYZ⁻12. ഉത്തരം ഓപ്ഷൻ സി ആണ്. 75-ാമത്തെ ചോദ്യം. രഘു ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ആദ്യ ഗഡുവായി രഘു 1000 രൂപ തിരിച്ചടച്ചു. ഓരോ മാസവും ഗഡു 150 രൂപ വീതം വർദ്ധിപ്പിച്ചാൽ 30-ാമത്തെ ഗഡുവായി രഘു തിരിച്ചടയ്ക്കുന്ന തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 5350 രൂപ. 5350 രൂപ. 76-ാമത്തെ ചോദ്യം. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബകോണിലായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി 44 തവണ. 77-ാമത്തെ ചോദ്യം. WFB, TGD, QHG അടുത്തതായി വരുന്നത് ഓപ്ഷൻ എ NIK ആയിരിക്കും. ഓപ്ഷൻ എ NIK. 78-ാമത്തെ ചോദ്യം. 5, 16, 51, 158 അടുത്ത സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 481. 79-ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി NORGAE, നോർഗെ. 80-ാമത്തെ ചോദ്യം. 16/4/2020 തുടങ്ങി 9 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 20/1/2021. 81-ാമത്തെ ചോദ്യം. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദ ക്രിറ്റിസിസം. ഉത്തരം ഓപ്ഷൻ സി ലാഫിംഗ്. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ലാഫിംഗ് അറ്റ് ദ ക്രിറ്റിസിസം. 82-ാമത്തെ ചോദ്യം. ഇഫ് ഐ ഹാവ് ദ മണി ഐ ഡാഷ് എ ന്യൂ ഡ്രസ് ഫോർ യു. ഉത്തരം ഓപ്ഷൻ എ വിൽ ബൈ. ഇഫ് ഐ ഹാവ് ദ മണി ഐ വിൽ ബൈ എ ന്യൂ ഡ്രസ് ഫോർ യു. 83-ാമത്തെ ചോദ്യം. മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. മൈ മദർ ഹാസ് ബീൻ ലിവിംഗ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. 84-ാമത്തെ ചോദ്യം. ദ പോയം ടെംപ്റ്റ്സ് ദ റീഡേഴ്സ് ടു പോണ്ടർ ഡാഷ് ദ ബ്യൂട്ടി ഓഫ് നാച്ചർ. ഉത്തരം ഓപ്ഷൻ ഡി ഓവർ. ദ പോയം ടെംപ്റ്റ്സ് ദ റീഡേഴ്സ് ടു പോണ്ടർ ഓവർ ദ ബ്യൂട്ടി ഓഫ് നാച്ചർ. 85-ാമത്തെ ചോദ്യം. ഗിവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹൂ ലവ്സ് ബുക്സ്. ഗിവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹൂ ലവ്സ് ബുക്സ്. ഉത്തരം ഓപ്ഷൻ എ ബിബ്ലിയോഫൈൽ. 87-ാമത്തെ ചോദ്യം. 86-ാമത്തെ ചോദ്യം. ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഈസ്. ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഈസ് വാക്വം. VACUUM. 87-ാമത്തെ ചോദ്യം. വാട്ട് ഡസ് ദ ഫോറിൻ ഫ്രേസ് വിസ് എ വിസ്. വാട്ട് ഡസ് ദ ഫോറിൻ ഫ്രേസ് വിസ് എ വിസ് മീൻസ്? ഇൻ റിലേഷൻ ടു. ഓപ്ഷൻ ബി ഇൻ റിലേഷൻ ടു. 88-ാമത്തെ ചോദ്യം. ഷീപ്പ്, ഫ്ലോക്ക്, ഫിഷ്, സ്കൂൾ. കളക്റ്റീവ് നൗണാണ് ഇവിടെ ചോദിച്ചത്. കളക്റ്റീവ് നൗൺ. ഷീപ്പിൻ്റെ കളക്റ്റീവ് നൗണാണ് ഫ്ലോക്ക്. ഫിഷിൻ്റെ കളക്റ്റീവ് നൗണാണ് സ്കൂൾ. ഉത്തരം ഓപ്ഷൻ ഡി സ്കൂൾ. 89-ാമത്തെ ചോദ്യം. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഹിസ് ഫാദർ ആസ്ക്ഡ് ഡു യു തിങ്ക് യു നോ ദ ലെസൺ ബെറ്റർ ദാൻ യുവർ ടീച്ചർ. ഉത്തരം ഓപ്ഷൻ എ ഹിസ് ഫാദർ ആസ്ക്ഡ് വെദർ ഹി തോട്ട് ഹി ന്യൂ ദ ലെസൺ ബെറ്റർ ദാൻ ഹിസ് ടീച്ചർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 90-ാമത്തെ ചോദ്യം. എക്സ്പാൻഡ് RDX. RDXൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ്. റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ്. 91-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ മകൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സ്നുഷ. 92-ാമത്തെ ചോദ്യം. വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ ഒറ്റപ്പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വൈയാകരണൻ. 93-ാമത്തെ ചോദ്യം. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ജനകൻ, ജാനകി. ലേഖകൻ, ലേഖിക, സ്വാമി, സ്വാമിനി, ദേവൻ, ദേവി ഇവയെല്ലാം ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡികളാണ്. 94-ാമത്തെ ചോദ്യം. കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സൗപർണം. അപ്പോൾ അരഗ്വഥം, സുവർണകം, കർണികാരം ഇവയെല്ലാം കൊന്നമരത്തിൻ്റെ
പര്യായങ്ങളാണ്. 95-ാമത്തെ ചോദ്യം. പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ പരാ പ്ലസ് ഉപകാരം. പരാ പ്ലസ് ഉപകാരമാണ് പരോപകാരം. 97-ാമത്തെ ചോദ്യം. അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദമാണ് ബഹിർമുഖൻ. ഓപ്ഷൻ എ ബഹിർമുഖൻ. 98-ാമത്തെ ചോദ്യം. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ എന്താണ്? പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുളാണ് ആളറിഞ്ഞ് ദാനം ചെയ്യണം. ഉത്തരം ഓപ്ഷൻ ഡി ആളറിഞ്ഞ് ദാനം ചെയ്യണം. 99-ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കപോലം തലയോട്ടി. കപാലമാണ് തലയോട്ടി. 100-ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ശരിയായ വാക്യം ഏതാണ്? പരേതൻ 1 വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ്. ഉത്തരം ഓപ്ഷൻ സി പരേതൻ 1 വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.